രാവിലെ സമയം 8 മണിയായി. നമ്മളിവിടെ ഒരു ചെറിയ നാട്ടിലത്തെ ധാബ പോലത്തെ ഒരു കടയിൽ സ്കുഷി ചാടി അപ്പടി മേത്തേക്കടയൊക്കെ ഇതാണ്. ഗിൽട്ടർ ഏക്കുമാണ് ഹിമയുടെ. നമ്മൾ നാട്ടിൽ ധാബ പോലത്തെ ഒരു കടയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിവിടുത്തെ സൗദികളുടെ ട്രഡീഷണൽ ഫുഡ് മെമ്പേഴ്സിൻ്റെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ റോഡ് സൈഡിൽ 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു 2 ചെയറും ഇതൊക്കെയുണ്ട്. അപ്പോൾ അവിടെയാണ്. അതാണ് ഫുഡ് മെമ്പേഴ്സും. അപ്പോൾ നമ്മൾ ഫുഡ് മെമ്പേഴ്സ് ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ ഫുഡാണെന്ന് തോന്നുന്നു അല്ലേ? ഏറ്റവും വില കുറഞ്ഞ ഫുഡാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും നല്ല സാധനമാണ്. നമ്മൾ രാവിലെ ചപ്പാത്തിയും കറിയൊക്കെ കഴിക്കും പോലെ ഫുഡ് മെമ്പേഴ്സ്. എന്നാ അറബി വായിക്കാൻ പഠിച്ചുകൊണ്ട് കൂടെ ഉണ്ടായി. അവിടെ എഴുതി വെച്ചേക്കണ ബോർഡ് എനിക്ക് വായിക്കാൻ പറ്റി. കൂലി 3 റിയാൽ. എന്നാ നമ്പേഴ്സ് പിടിച്ചു കൊടുക്കാം. അറിയില്ല, എനിക്കറിയാം. നമ്പേഴ്സ് അറിയില്ല. ഹിമ പറഞ്ഞു അലിഫ് ബാ പറഞ്ഞേ അറബി. ബാക്കി അറിയില്ല. ഹിമ എത്ര നാളും കൊണ്ട് അത്രയാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. നല്ല സുപ്രയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. കാണുന്നത് തെറ്റിദ്ധരിക്കരുത്. സുപ്രയൊക്കെ ഇട്ടിട്ട് ഇതാണ് ഇവിടുത്തെ റൊട്ടി. നമ്മുടെ പിസ്സയുടെ ഒക്കെ അടിയിലത്തെ ഹാർഡ് ക്രംസ് വരും പോലത്തെ ഇതാണ് ഈ റൊട്ടി. അതിൻ്റെ കൂടെ കറി. ഇത് മുട്ടയാണ്. അതെന്താ സാധനം? ട്യൂണ മീറ്റാണത്. ട്യൂണ ഫിഷിൻ്റെ മീറ്റാണത്. ഇത് എഗ്ഗ്. ഇതാണ് ഇവിടുത്തെ റൊട്ടി. ഇതാണ് ഇവർ പൂലെന്ന് പറയണത്. അല്ല, പൂലല്ലോ, സമീസ. ഇവര് ചുട്ടെടുക്കുന്ന ബ്രെഡാണിത്. ഇത് ഓയിലൊന്നുമില്ല. ഇവര് ഇതിനകത്ത് വെച്ച് ചുട്ടെടുക്കുന്ന ബ്രെഡാണ്. അവര് മുറിച്ചു കൊണ്ട് തന്നേക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ ബ്രെഡ്. അത് അവര് കട്ട് ചെയ്ത് കൊണ്ട് തന്നേക്കണം. സൗദി അറേബ്യയുടെ ട്രഡീഷണൽ ഫൂലും തമീസ് എന്ന് പറയുന്നത് അഫ്ഗാനികളുടെ തമീസ്. ഇതിനകത്ത് ഒലീവ് ഓയിലൊക്കെ ഡ്രിസിൽ ചെയ്ത് കടല, വെള്ളക്കടല നന്നായിട്ട് വേവിച്ച് പ്രഷർ കുക്കറിൽ, നമ്മൾ വിചാരിക്കും പോലെയല്ല, പ്രഷർ കുക്കറിൽ 6-7 മണിക്കൂർ ഇവരിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണതാണ് ഈ സാധനം. നല്ല ടേസ്റ്റിയാണ്. ചെറിയ പുളിപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ 2 കറി നമ്മൾ എക്സ്ട്രാ പറഞ്ഞാണ്. നമ്മളിവിടെ സൗദിയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മിക്കവാറും എല്ലാം തന്നെ കഴിക്കുന്ന സാധനമാണ് ഫൂലും തമീസും. ഹായ് ഫ്രണ്ട്സ്, സൗദി ഫൗണ്ടിങ് ഡേ പ്രമാണിച്ച് നമ്മളിന്ന് ചില്ലി ഈറ്റിംഗ് ചലഞ്ച് നടത്തുകയാണ്. ആരൊക്കെയാ? അപ്പയോ ഹിമയാണോ? ഓക്കെ, ഒരു മിനിറ്റ് വീഡിയോയിലാണ്. ഓക്കെ, റെഡി? കടിച്ചു കഴിഞ്ഞാ ആര് നൊലോളിക്കും? പപ്പ നൊലോളിക്കോ ഹിമ നൊലോളിക്കോ? ഹിമ കഴിക്കണ നോക്കട്ടെ. വേണ്ട 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 ഹിമ, നല്ല എരിവാ ഇത്. നിന്റെ എരിവായിട്ടൊക്കെ നോക്കേണ്ടി വരും. മാഫി മാഫി. പപ്പ നിർത്തിയോ? പപ്പ കഴിച്ചോ? ഇല്ല, തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഹിമ കഴിക്കണ്ടപ്പാ. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു. നമ്മളിപ്പോ വാദി ലജാബിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറബിയിൽ വാദി എന്ന് പറഞ്ഞാൽ വാലി, താഴ്വാരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ വാദി ലജാബ് ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടൽ തീരത്ത് നിന്നും 2000 അടി മുകളിലാണ് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം മീൻസ് നമ്മുടെ യാത്രയിലെ വഴികളൊക്കെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ആൾതാമസമുള്ള സ്ഥലമാണ്. നമ്മളൊക്കെ പോണത് വാദി ലജാബില്. നല്ല ഒരു എന്താ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ യൂട്യൂബിൽ ആരോ ഇട്ടൊരു വീഡിയോ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ പോണത്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവർ നന്നായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണത്. ഓപ്പോസിറ്റ്സ് കാറൊക്കെ വരുന്നുണ്ട്. ചെറിയ റോഡാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ. സിംഗിൾ ലൈനാണ്. വഴിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എല്ലാം വഴി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇടുങ്ങിയ വഴിയൊന്നുമല്ല. എന്നാലും സിംഗിൾ ലൈനാണെന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട്
വാതിലജാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 500 മീറ്ററിന് മുകളിലേക്ക് പാറയുടെ ഇടയ്ക്കാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഓഫ് റോഡ് 500 മീറ്റർ പൊക്കമുള്ള പാറ, 300 മുതൽ 500 വരെ, 300 മുതൽ 500 വരെ പൊക്കമുള്ള പാറയുടെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ വണ്ടി കൊണ്ടുപോകാനായിട്ട് പോണത് വാദി ലജാബിൽ. നമ്മളങ്ങനെ നമ്മൾ ഇത്രയും നേരം പോന്നുകൊണ്ടിരുന്ന ഒരു ടെറയിൽ നിന്ന് വ്യത്യാസം വന്നു. നമ്മൾ ഇത്രയും നേരമായിട്ട് മരുഭൂമി എന്ന് പറയുന്ന സാധനമില്ല, മൊത്തം മലകളും പച്ചപ്പും. ഇതൊരു ശരിക്കും ഒരു തോടാണ് പോണത്, ഒരു പുഴ പോലെ, പക്ഷെ വെള്ളമില്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ വഴിക്ക് കഴുതകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈല് യമൻ ബോർഡർ ആയതുകൊണ്ടായിരിക്കാം യമനികളുടെ ഒരു സ്റ്റൈൽ ഡ്രസ്സിങ് ആണ് ഇവരുടെ. നമ്മൾ മുണ്ടും ഒക്കെ കണ്ടത്, ഉടുത്തേക്കണമൊക്കെ കണ്ടത്. ഈ മലയുടെ മുകളിൽ കൂടെയൊക്കെ വീടൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെ ഇവർ ഇറങ്ങി വരും എന്നറിയില്ല. റോഡുണ്ട് എന്നാൽ പോലും, പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ കഴുതകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ഈ വണ്ടിയിലുള്ളത് മലയാളികളാണെന്ന് തോന്നുന്നു. കാരണം അവരും കഴുതകളൊക്കെ കണ്ട്, അല്ല ആഫ്രിക്കൻസ് പോലെ നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്. അതേ ചിരിയായിരുന്നു വണ്ടിക്ക് എത്തിരുന്നാൾ ചിരിച്ച്. നമ്മൾ കുളു മണാലി പോയപ്പോ ആ ഒരു ഇവിടെ മഞ്ഞൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്ക് 13 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കയറ്റം കയറുന്നുണ്ട്. ഒത്തിരി കയറി നമ്മള് ഒരു വലിയ മലയുടെ മുകളിൽ. പക്ഷെ റോഡല്ല, മഴക്കാലത്ത് പേടിക്കണം, കല്ലൊക്കെ അങ്ങനെയാണ് ഇരിക്കണം. പക്ഷെ റോഡൊക്കെ നന്നായിട്ടാണ് അവര്. അയ്യോ നല്ല റോഡുകളാണ്, നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. സിംഗിൾ ലൈൻ ആണ്. സ്പീഡിലൊക്കെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇറങ്ങുന്ന നടക്കില്ല. ഒത്തിരി വളവുകളൊക്കെ ഉണ്ട്. ആ മലയുടെ മുകളിൽ നമുക്ക് ഇനിയും കയറണം. 12 more minutes. നമുക്ക് ഇനി ആ മലയുടെ മുകളിലേക്ക് കയറണം. പക്ഷെ നല്ല തണുപ്പെന്ന് പറയാൻ അത്ര വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ നല്ല ഭംഗിയാണ്, എല്ലായിടത്തും പച്ചപ്പാണ്. പിന്നെ നോക്കണോടത്തൊക്കെ കഴുതകളാട്ടോ. ഇവിടെ കഴുതകളും ഒട്ടകങ്ങളും ഉണ്ട്. പക്ഷെ കഴുതകൾ ഒത്തിരി ഉണ്ട്. ഈ മരുഭൂമി കണ്ടത് ഇവിടെയൊക്കെ കഴുതകൾ നിൽക്കുന്നുണ്ട്. ദൂരെ നോക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. കഴുതകൾ ഒത്തിരി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കയറ്റായതുകൊണ്ട് ഇവര് കഴുതാനും മെയിൻ ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. ഈ കയറേണ്ടിയിരിക്കുന്നു നമുക്ക്. അത്യാവശ്യം കയറ്റം കയറി. 7 മിനിറ്റ്സിൽ എനിക്ക് ഇറങ്ങുമായിരിക്കും. 5 കിലോമീറ്റർ 5.5 കിലോമീറ്ററാണ് ഇവർ കാണിക്കണത്. ഇച്ചിരിയുടെ റോഡ് വലുതായി, ഇടയ്ക്ക് റോഡൊന്ന് ഒത്തിരി ചെറുതായിരുന്നു. എല്ലായിടത്തും തന്നെ മലയിട്ടിട്ടുണ്ട് റോഡ്. എസ് പോലെയൊക്കെ പിടിച്ചിരുന്നോട്ടോ ഹിമ.
അല്ല ഒട്ടക്കയല്ല, ക്യാമൽ എന്ന് വിളിക്കും. അപ്പോഴാണ് വിളിക്കും. പശു ഉണ്ട് താഴെ കേട്ടോ. അങ്ങനെ അടുത്തത് കൊരങ്ങന്മാരെ കണ്ടു തുടങ്ങി. അങ്ങനെ ഹിമയുടെ ഫ്രണ്ട് വന്നു. ഹിമ തന്നെ സമ്മതിച്ചു. സ്മോൾ കൊരങ്ങനെ കണ്ടത് വലിയ കൊരങ്ങന്മാരൊക്കെ കേറി കേറി പോണു. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് ഡ്രൈവിലേക്ക് കടന്നേക്കുവാണ്. നമുക്ക് ഇവിടെ വരെ റോഡുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഓഫ് റോഡാണ്. റോഡില്ല. ഇതിലേക്ക് കുലുക്കമൊക്കെ വന്ന് ക്ഷമിക്കണം. റോഡ് ഇല്ലാത്ത റൂട്ടിലാണ് നമ്മൾ പോണത്. നല്ല തിരക്കാണ് അവിടെ നിന്നാണ് പറഞ്ഞത്. ഈ വണ്ടിക്കാർ നമുക്ക് വണ്ടി പോവാൻ ചാൻസ് ഇല്ല, 4x4 പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഈ വണ്ടിക്കാർ നമ്മളോട് പറഞ്ഞു ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം, പറ്റുവാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് പോകാൻ വഴിക്ക് തിരിച്ചു പോരാന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവര് പോവും, അത് വേറെ കാര്യം. നമ്മള് വലിയ പാറയുടെ ഇടയ്ക്കേക്കടെ ഉള്ള വഴിയിലേക്ക് കടക്കുവാണ്. ഓ, ഇതാണ് 500 മീറ്റേഴ്സ് ഒക്കെ ഉള്ള പാറ എന്ന് പറഞ്ഞു. നമ്മൾ ജബലല്ലൂസിൽ പോയപ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു വഴി തന്നെയായിരുന്നു അല്ലേ? ജബലല്ലൂസും മറ്റേ അവിടെയൊക്കെ പോയപ്പോൾ ഇങ്ങനത്തെ വഴിയാണ്. ഇപ്പോൾ ജബലല്ലൂസിൽ മഞ്ഞ് വീഴുന്ന സമയമാണ്. ഇത് കാറ് പോണ റോഡ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. രണ്ട് സൈഡിലും നല്ല മരങ്ങളും നല്ല രസമുണ്ട് കാണാൻ. വഴി കാണുമ്പോൾ ചെറുതായിട്ട് ചെറിയ ഗുഹകളൊക്കെ പോലെ പേടിയാവും. എന്നാലും നമ്മുടെ മുന്നിൽ പോണ വണ്ടികൾ പോകണ്ടല്ലോ, അതുകൊണ്ട് തിരിച്ചു പോകണമെങ്കിൽ തിരിക്കണ കഴിഞ്ഞാൽ പറയാൻ കൊള്ളാത്ത. നമ്മള് വഴി ഉണ്ടോന്ന് തന്നെ അറിയില്ലാത്ത അതെ, നമ്മുടെ മുമ്പിൽ 3 വണ്ടിയുണ്ട്. നമ്മളിപ്പം ഇവരുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോണത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഇടയ്ക്കൊക്കെയുള്ള വഴിയിൽ നമ്മൾ കയറും നമ്മൾ ചിന്തിക്കുകയില്ല. തിരിച്ച് ഈ വഴി ആവില്ലായിരിക്കും വരണത്. കാരണം ആണോ? അപ്പൊ പിന്നെ ഒരു വണ്ടി വന്നാൽ സ്റ്റക്ക് ആവില്ലേ? ഇടയ്ക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്പേസ് ഉണ്ട്, ഇടയ്ക്കാണ് സ്പേസ് ഇല്ലാത്ത. മല നോക്ക് എന്ത് വലിപ്പമാണ് നമുക്ക്. അതുപോലെ ഗുഹ പോലത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ കയറി പോണേ. ഭയങ്കര രസം. നമ്മൾ വന്ന് നഷ്ടമായില്ല. തിരിച്ചു പോകേണ്ടി വന്നാലും നല്ല വെള്ളമാണ്. ഈ പാറയുടെ ഉള്ളിൽ കൂടെ ഒക്കെ ഉറവി ഒഴുകിയിട്ട് റോഡ് നിറച്ച് വെള്ളമാണ്. ഇത് എങ്ങനെ ഒഴുകി വന്ന വെള്ളമൊന്നും അല്ല കേട്ടോ, മഴ വെള്ളമൊന്നുമല്ല, ഉറവേന്ന് വന്ന വെള്ളമാണ്. പക്ഷെ നമ്മൾ വന്ന് ഒട്ടും നഷ്ടമായിട്ടില്ല. നല്ല ഭംഗിയുള്ള സ്ഥലം. അതിൻ്റെ പാറകൾ കാണാൻ തന്നെ നല്ല രസമാണ്. അതിൻ്റെ കൊത്തുപണി ചെയ്തേക്ക പോലെയാണ് അവിടെ പാറകൾ നിൽക്കുന്നത്. തിരിച്ചു പോകേണ്ടി വന്നാലും നഷ്ടമായിട്ട് തോന്നില്ല. നല്ല ഭംഗി, കുഴപ്പമില്ലാത്ത റോഡാണ്. നമ്മുടെ പുറകെ കുറച്ച് മലയാളികൾ നടന്നു വരണുണ്ട്. ഇത് കഴിയുമ്പോൾ ഇനി ഇച്ചിരി വെയിലോട്ട് വരുവാണ്. പക്ഷെ നല്ല തണുപ്പായിരുന്നു ഇത്ര നേരം. ഇനി അറിയില്ല, ഈ ഉറവയുടെ ഒക്കെ കൂടിയിട്ടായിരിക്കാം. നല്ല ഭംഗിയുണ്ട്. കൂടുതലല്ലേ ഇങ്ങോട്ട് നടന്നോണ്ടേ അല്ലേ? ഒരു വണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പഴയ മോഡല് ലാൻഡ് ക്രൂസർ. ഇവിടെയൊക്കെ സൗദി ടൂറിസത്തിന്റെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നോ ഫോട്ടോ അല്ല, നോ വേസ്റ്റ്, നോ ടെന്റ് ഉണ്ടോ? നോ ഫയർ. ഇതൊക്കെ മലയാളികളാ. മലയാളിയാണോ? സാധനം കയ്യിലുണ്ടോ? ഒരു വണ്ടി എവിടെ ഇട്ടു? ഇനി പോവില്ല, പോകുന്നോർത്ത് വെച്ച് തിരിച്ചു പോകണ്ടല്ലോ.
പോണല്ലോ പോണോടത്ത് ഈ ഫോർഡുകാരൻ്റെ മുമ്പിൽ പോകുന്ന ഫോർഡുകാരൻ എത്ര പരിക്കുന്നു വീഡിയോ എടുത്തോണ്ടായിരിക്കും. ഹലോ, അങ്ങനെ നമ്മളിവിടെ വന്നിറങ്ങി. നല്ല രസമാണ് വെള്ളമൊക്കെ. അപ്പോൾ ഇവിടെ വന്നിറങ്ങിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടന്നു പോകണം. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ആ ഇവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ മന്തിയൊക്കെ ഉണ്ടാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ മലയക്കടയൊക്കെ നിറച്ച് കുരങ്ങന്മാരുണ്ട്. നല്ല ഒച്ച കേൾക്കാൻ കുരങ്ങന്മാരുടെ ഭയങ്കര സൗണ്ടാണ്. നല്ല ഭംഗിയാണ് ഇവിടെ മലയിൽ. പ്രാവുകളുണ്ട്, മരുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഹന്നയുടെ നമ്മുടെ ഡ്രസ്സൊക്കെ മാറി. നല്ല രസമാണ് വെള്ളം. നല്ല തണുത്ത വെള്ളം. പക്ഷേ മറ്റേ യൂട്യൂബിൽ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാൽ ഷൂ ഒക്കെ ഇടണമെന്നാണ്. പക്ഷെ ഷൂ ഇട്ടൊരിക്കലും 2 സൈഡിലേക്കുണ്ട്. ഇവരുടെ തലയിൽ പൂവൊക്കെ വെച്ചിട്ട് ഇവരുടെ എനിക്കൊരു കൾച്ചറാണ് കാണിച്ചത്. 2 വഴിയുണ്ട്. ഈ വഴി പോകുന്നതിനേക്കാളും വെള്ളങ്ങൾ കൂടുതൽ ഇതാണ്. വെള്ളമുള്ളത് ഇവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. ഇവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട്. നമ്മൾ കുളിക്കാൻ. നല്ല പാറക്കല്ലുകളാണ്. കളിച്ചോ? ചെളിയായല്ലേ? ഇങ്ങോട്ട് പോകും. ഇവിടെ നല്ല വെള്ളം. ലജാബിൽ വന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കളിയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല വെള്ളച്ചാട്ടം അതൊക്കെ ഉണ്ട് അങ്ങോട്ടായിട്ട്. പക്ഷെ നമുക്ക് കയറി പോകണമെങ്കിൽ ആ വഴി കയറി അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകണം. ഒത്തിരി പോകാനുണ്ട്. അപ്പോൾ പിള്ളേർക്ക് പോക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. നമ്മളിവിടെ സ്റ്റോപ്പായി. പിന്നെ അങ്ങോട്ടേക്കും വഴിയുണ്ട്. അങ്ങോട്ടേക്കും പോകാം നമുക്ക് വേണമെങ്കിൽ. ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മിസ്സാവില്ല. വലിയ ആൾക്കാരൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കുഞ്ഞു പിള്ളേരെ കണ്ട് പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹിമാനി എടുത്തോണ്ടൊക്കെ പോകേണ്ടി വരും. കാരണം ഇച്ചിരി വലിയ പാറയുടെ മുകളിൽ കൂടെയൊക്കെ ട്രക്ക് ചെയ്ത് കാരണം ഹന്നയ്ക്ക് പോകാൻ നല്ല പരിവാണ്. അതുകൊണ്ടാണ് പ്രശ്നമായത്. അപ്പോൾ നമ്മളിവിടെ തന്നെ സ്റ്റക്ക് ചെയ്തു. അങ്ങോട്ടേക്കൊക്കെ നമ്മൾ പോയി. പിന്നെ ഇവിടെയൊക്കെ വന്ന് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. കളിക്കാൻ ഇവർക്ക് പാകത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. മുകളിൽ നിന്ന് ട്രക്കിംഗ് ഒക്കെ ആളുകൾ വരണുണ്ട്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട്. പക്ഷെ കുരങ്ങന്മാര് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഫുഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ നമ്മൾ ഫുഡ് കൊടുക്കാണ്ടിരുന്നാൽ അവർ വന്ന് എടുക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നിറച്ച് കുരങ്ങന്മാരാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ചുറ്റും പ്രദേശം. എന്റെ ഫോട്ടോ എടുത്തിട്ട് കയറി. അവിടെയൊക്കെ കയറി. ഞാൻ പിള്ളേരില്ലാന്നല്ലേ
അത് തന്നെ ഇതേ കുരങ്ങന്മാരുമല്ലോ. ചന്തി കുത്തി വിടുന്നതാണോ? അങ്ങനെ ആളുകളൊക്കെ അവിടുന്ന് ട്രെക്കിങ് കഴിഞ്ഞിട്ടൊക്കെ വന്ന് കുറേ പേര് പോകുന്നു. നമുക്ക് ഹിമയുള്ളതുകൊണ്ട് അതിൽ കൂടെ കയറലും ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പോയില്ല. ഇവിടെ ഒത്തിരി കുരങ്ങന്മാരുണ്ട്. ഇവിടെ ഇരുന്നൊരു ഫാമിലി അവരെ കല്ലൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ വീട് കുരങ്ങന്മാർ കയ്യേറി. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. എൻ്റെ ഇവിടെ ഫോട്ടോ സെക്ഷനിലാണ്. ഇവിടെ ഹിമ അതിനകത്തൊരു തവളയുണ്ട്. തവളയുടെ ഒച്ച ഇട്ടിട്ടാണ് ഹിമയെ നോക്കണത്. നല്ല ഭംഗിയുള്ള വെള്ളമാണ്. നല്ല രസമാണ് വെള്ളം കാണാനായിട്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും മിസ്സാവില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. കുരങ്ങന്മാരൊക്കെ ഒത്തിരി ഉണ്ട്. ഒത്തിരി തിരക്കായി ഇവിടെ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും, രാവിലെ തന്നെ വന്ന് ഇത്രയും തിരക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നിറച്ച് വണ്ടിയായി. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കുന്നിടത്തൊന്നും ആരും ഒരു ശല്യമൊന്നുമില്ല. ഇവിടെ കുഞ്ഞു ഇങ്ങനത്തെ ഒരു കടയുണ്ട് ഇവിടെ. അത് ഇതൊക്കെ വെക്കണത് വെള്ളം ഇതൊക്കെ. വേറെ ഒരു സാധനം ഇവിടെ ഇല്ല. സ്വിമ്മിങ്ങിന് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയണത്. പക്ഷേ ഇവിടെ വലിയ ആഴമൊന്നുമില്ല, പ്രശ്നമില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെയാണെങ്കിലും വരാം. ഒത്തിരി ദൂരേക്ക് പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഒത്തിരി പേര് വരണുണ്ട്. യൂട്യൂബിലൊക്കെ എല്ലാവരും അവിടെ ഇതാണ് ഓരോ പറഞ്ഞത്. യൂട്യൂബിലൊക്കെ എല്ലാവരും ഷൂസ് ഇട്ട് വരാനൊക്കെ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഷൂസ് ഇടാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. നല്ല നമുക്ക് വെള്ളത്തിലൊക്കെ വന്നിട്ട് ഇറങ്ങാൻ പറ്റും. ഉണ്ട്. അപ്പം നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ഒട്ടും ചൂടൊന്നുമില്ല. നല്ല തണുപ്പാണ്. ഈ വെള്ളത്തിൻ്റെതായ ഒരു തണുപ്പാണ് ഇവിടെ. വാദി ലജം ഒരിക്കലെങ്കിലും വന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പം ഇത് ഉറവ ആയതുകൊണ്ട് തന്നെ മഴയൊന്നും പ്രശ്നമല്ല. മഴയില്ലെങ്കിലും ഇവിടെ വെള്ളം ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഇത് ഉറവ് പറഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് മഴേനെ ഇത് ആശ്രയിക്കുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോകാനായിട്ട് പോവാണ്. നിറച്ച് വണ്ടി. ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ പകുതി വണ്ടി ഉണ്ടായിരുന്നില്ല. നിറച്ച് വണ്ടി. നല്ല ഭംഗിയുള്ള യാത്രയാണ് ഇങ്ങോട്ടേക്കുള്ളത്. അപ്പം കാറുകളും വരും, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആരെങ്കിലും ഹിമ കാറ് വരത്തില്ലെന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. കാറൊക്കെ വരും. ഒരു ഇച്ചിരി ഇങ്ങ് വന്നിട്ട് ഇച്ചിരി ഒന്ന് ഇറങ്ങി നടക്കണമുണ്ട്. ഇറങ്ങി നടക്കൽ ഒത്തിരി ഒന്നുമില്ല. നല്ല സുഖമായിട്ട് നടന്ന് പോരാവുന്നേ ഉള്ളൂ. പിടിക്കണട്ടോ മുറുക്കോ എന്നാ ജേർണി. ഹാപ്പി നൂഡിൽസ് സൗദി ഫൗണ്ടിങ് ഡേ. അപ്പന്റെ കൈ അവിടെ, ഹന്ന ഇവിടെ. ഹലോ, അങ്ങനെ നമ്മൾ അൽജവാബിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. നമ്മളുടെ മെയിൻ റോഡിലെത്തിയിരിക്കുന്നു. ഹന്ന ഹിമേ സൗദി ഫൗണ്ടൻ ഡേയുടെ ഡ്രസ്സൊക്കെ ഇട്ടു. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി സൗദി ഫൗണ്ടൻ ഡേയുടെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര കുട്ടികളായി മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ അൽ ജവാബിയിൽ വരുമ്പോഴുള്ള പാർക്കിംഗ് ഏരിയ. നമ്മൾ വരുമ്പോൾ തന്നെയുള്ള ഇവിടെ വരുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ താഴത്തേക്ക് വണ്ടി പോവില്ല, വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകണം,
150 റിയാൽ തന്നാൽ ഞങ്ങൾ കൊണ്ടാം, 250 റിയാൽ തന്നാൽ ഞങ്ങൾ കൊണ്ടാന്നൊക്കെ പറയും. ആരും വിശ്വസിക്കരുത്. ഇതേ പോണ വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഒരു 10 minutes റൈഡേ ഉള്ളൂ. നമ്മുടെ വണ്ടി പോകാവുന്നേ ഉള്ളൂ. നല്ല ഭംഗിയാണ്. സോ ആരും വിശ്വസിക്കരുത്. നമ്മുടെ വണ്ടിക്ക് തന്നെ പോകാം. ഹ്യുണ്ടായിയുടെ വണ്ടിയുണ്ട്, അല്ലാത്ത കാറുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് പോകണമെങ്കിൽ SUV ആണെന്ന് ഒരു നിർബന്ധമില്ല. സാധാ സെഡാൻ കാറുകളും സുഖമായിട്ട് പോകും. പക്ഷെ നമ്മളത് മറ്റുള്ളവരുടെ ബാക്കിൽ വീഴരുത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി കൊണ്ട് പോകണം. അടിപൊളി എക്സ്പീരിയൻസ് ആണ് അൽ ജവാബി ജസാൻ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്താണെങ്കിലും ഇവിടെ ഉള്ളവർ പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ ഒട്ടകം നിന്ന് ഫുഡ് കഴിക്കുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു നെക്സ്റ്റ് വീഡിയോയിൽ. നമുക്കപ്പോൾ കാണാം.